ഹലോ, ആ വലീച്ച പറഞ്ഞോ. ഞാൻ ഓഫീസിലാണ് വലീച്ച. അച്ഛനെന്ത് പറ്റിയേ? ആ ശരി. വലിയച്ഛ, വലിയച്ഛ, അച്ഛനെന്ത് പറ്റിയേ? അച്ഛൻ പോസ്റ്റിൽ താഴെ വീണു. തലയ്ക്ക് നട്ടലിന് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. ഡോക്ടർ, അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? പെട്ടെന്ന് തന്നെ ഒരു സർജറി വേണ്ടി വരും. ഇനി നടക്കാൻ പറ്റുമെന്നുള്ള സംശയമാണ്. ഞാനൊന്ന് അച്ഛനെ കണ്ടോട്ടെ. ഇപ്പൊ കാണാൻ പറ്റില്ല. ധൈര്യമായിട്ടിരിക്കുക, ഞങ്ങൾ നോക്കാം. സർജറിയുടെ പേപ്പേഴ്സ് വേഗം സൈൻ ചെയ്യണേ. പേടിക്കണ്ട, തലയിലെ പരിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പ്രാർത്ഥിക്കേ, പ്രതീക്ഷയോടെ ഇരിക്കാം. അച്ഛാ, എനിക്ക് ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കണം. അച്ഛന്റെ ആഗ്രഹം പോലെ ഞാൻ MA വരെ പഠിച്ചില്ലേ, എന്നെ ഒരു ജേർണലിസ്റ്റ് ആവാനോ വിട്ടില്ല. ഗ്രാഫിക് ഡിസൈനിങ് അച്ഛാ. എന്ത്? ഗ്രാഫിക് ഡിസൈനിങ് പ്ലീസ് അച്ഛാ. ഒരു ഗവൺമെന്റ് ജോലി നേടണമെങ്കിൽ PSC കോച്ചിങ്ങിന് പോകണം. പ്ലീസ് അച്ഛാ. വേണ്ട. എടി, അച്ഛൻ നല്ല ദേഷ്യത്തിലാണ്. നീ അച്ഛൻ പറയുന്നത് കേൾക്ക്, PSCക്ക് പഠിക്ക്. ഞാൻ പോവും, എനിക്ക് പഠിക്കണം. നീ എന്താന്ന് വെച്ചാ ചെയ്തോ. അച്ഛന് ധിക്കരിച്ചാ പോകുന്നതെന്ന് ഓർമ്മ വേണം. ഹലോ, നിഷയല്ലേ? അതെ മാം. നിഷ ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സ് പഠിക്കുന്നുണ്ടായിരുന്നല്ലോ, എന്തായി? ആ മാം, കോഴ്സ് കംപ്ലീറ്റ് ആയി. ഞാനിപ്പോൾ ഒരു ജോലി നോക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ NGL ഒരു വേക്കൻസി വന്നിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി ഒരു സ്റ്റുഡിയോ ഉണ്ടല്ലോ. സോ അത് നല്ലൊരു വരുമാനമുള്ള മാർഗമായിരിക്കും. നിഷയ്ക്ക് ഇവിടെ ഒന്ന് വരാൻ പറ്റുമോ? ഓക്കെ മാം, ഞാൻ വരാം. ഓക്കെ, അപ്പോൾ നിഷ വരുമ്പോൾ നമുക്ക് ഇവിടെ കാണാം. ഓക്കെ. ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ. ഇത് എസ്പെഷ്യലി എക്സ്ക്ലൂസീവ് ഫോർ വിമൻ ആണ്. ഒത്തിരി നാളായിട്ട് വർക്കൊന്നും ഇല്ലാണ്ട് ഇത് അടഞ്ഞു കിടപ്പുണ്ടായിരുന്നു ഈ സ്പേസ്. നിഷയ്ക്ക് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. മുമ്പ് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടോ? ഇവിടെ അനൂപ് എന്നൊരു കുട്ടി ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. പുള്ളിക്കാരൻ്റെ ക്യാമറ ഒക്കെ നോക്കുന്നത് അതൊക്കെയാണ്. ക്യാമറ ഒക്കെ ഉണ്ടല്ലേ? അതെ. ഓക്കെ മാം, ഞാൻ നോക്കിയിട്ട് പറയാം. ഓക്കെ, മതി. ഹലോ, അനൂപ് അല്ലേ? അനൂപ് അല്ലേ? മാഡം പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റുഡിയോയുടെ കാര്യം നോക്കാനായിട്ടൊരു പയ്യൻ വരുമെന്ന്. മുമ്പ് സ്റ്റുഡിയോയിൽ നിന്ന് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. എന്താ പഠിച്ചത്? ഞാൻ ഗ്രാഫിക് ഡിസൈനിങ്ങാണ് പഠിച്ചത്. അപ്പൊ സ്റ്റുഡിയോ പറ്റി വല്ല ഐഡിയ ഒന്നും ഇല്ല അല്ലേ? ഇല്ല ഇല്ല. ക്യാമറ യൂസ് ചെയ്യാൻ അറിയോ? ക്യാമറ യൂസ് ചെയ്തിട്ടില്ല, യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതൊന്നും സാരമില്ല, ഞാൻ പഠിപ്പിച്ചുതരാം. ഓക്കെ, ശരി, ഞാൻ വേറെ ദിവസം വരാം. ഓക്കെ.
പുതിയ ഫോട്ടോഗ്രാഫർ ആണല്ലേ? അല്ല ചേച്ചി, ഞാൻ ഗ്രാഫിക് ഡിസൈനറാ. ഫോട്ടോസ് എടുക്കാറില്ല? ഫോട്ടോഗ്രാഫി പഠിക്കണമെന്നുണ്ട് എനിക്ക്. ആ ശരി, ഞാൻ പോട്ടെ, എനിക്ക് ട്രെയിൻ സമയമായി. ഓക്കെ. ഹായ് നിഷ, എന്താ പരിപാടി? ഹായ്, ഞാനേ ജസ്റ്റ് ഈ ക്യാമറ നോക്കിയതാ. ഇവിടെ ക്യാമറയുടെ കാര്യങ്ങളൊക്കെ ഞാനാ നോക്കാറ്. ഓക്കേ. ക്യാമറ അങ്ങനെയല്ല പിടിക്കണ്ടേ, ദേ ഇങ്ങനെ പിടിച്ചേ. അതെ, ഒരു മിനിറ്റ്, ഇതൊന്ന് പിടിക്കൂ. എന്ത് പറ്റി, പഠിച്ചോ? ഇല്ല, ഞാൻ പിന്നെ പഠിച്ചോളാം. ഇല്ല, കുഴപ്പമില്ല. ഞാൻ പിന്നെ പഠിച്ചെന്താണെന്ന്? എന്താണത് എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ദേഹത്തോട്ടുള്ള പഠിപ്പിക്കലൊന്നും വേണ്ട. അയ്യോ, ഞാൻ അങ്ങനെ. വേണ്ട വേണ്ട വേണ്ട. ചേച്ചി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത് പറ്റി? ചേച്ചി, അനൂപിന്റെ സ്വഭാവം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അവൻ എന്നോട് മിസ്ബിഹേവ് ചെയ്തു. സാരമില്ല, നീ വിഷമിക്കണ്ട, മാഡത്തിന്റെ പറയാം. അതെ, അച്ഛന്റെ സർജറി കഴിഞ്ഞു, റൂമിലേക്കൊന്ന് മാറ്റണം. പിന്നെ അച്ഛൻ ഇനി പഴയതുപോലെ നടക്കാനൊന്നും കഴിയില്ല. ഫിസിയോതെറാപ്പി ചെയ്ത് പതിയെ മാറ്റിയെടുക്കാം. നിഷ ഇപ്പൊ വരാറില്ലേ? ഇല്ല, അവളുടെ അച്ഛൻ ഹോസ്പിറ്റലിലാണ്. ഞാൻ ഒന്ന് വിളിക്കട്ടെ. ഹലോ ഹലോ. നിഷ എവിടെയാ? ആ ചേച്ചി, ഞാൻ ഹോസ്പിറ്റലിലാണ്. അച്ഛന് സർജറി കഴിഞ്ഞു, ഇപ്പൊ റൂമിലാണ്. നീ ടെൻഷൻ ആകണ്ട നിഷ, എല്ലാം ശരിയാകും. നീ ഫോട്ടോഗ്രാഫി ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലായിരുന്നോ? RCTയുടെ സൗജന്യ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. നിനക്ക് അതിന്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ പോകും. ഓക്കേ ചേച്ചി. വരണം. ഹലോ, ഏത് കോഴ്സാണ്? ഞാൻ ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി. ഫോട്ടോഗ്രാഫിയോ? പെൺപിള്ളേരൊക്കെ ഫോട്ടോഗ്രാഫി പഠിച്ചിട്ട് എന്ത് ചെയ്യാനാണ്?